കുടുംബസമ്മേളന യൂണിറ്റ് കുട്ടിക്കാട് സെന്റ് സെബസ്റ്റ്യാൻസ് ഫൊറോന ചർച്ചിന് കുടുംബസമ്മേളന യൂണിറ്റ് വന്നതോടുകൂടി പ്രശസ്തി നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു വ്യഖ്യാനമുണ്ടോ? കുടുംബസമ്മേളന യൂണിറ്റ് വന്നതുകൊണ്ട് കുട്ടിക്കാട് ദേവസ്യാം പുണ്യാളന്റെ തിരുനാളിന് എന്ത് സംഭവിച്ചു? അമ്പു സമുദായമായിരുന്നപ്പോൾ പള്ളിന്ന് അമ്പ് എടുക്കും. തിരുനാൾ ദിവസം വൈദികൻ പന്തൽ വന്നു വെഞ്ചിരിക്കും. ബാക്കി എല്ലാം തീരുമാനിക്കുന്നതും ചെലവ് വഹിക്കുന്നതും അമ്പു സമുദായത്തിലെ കുടുംബാംഗങ്ങൾ. കുടുംബസമ്മേളന യൂണിറ്റ് വന്നപ്പോൾ മുഴുവൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രൂപത. സത്യത്തിൽ നേരിട്ടല്ലാതെ ഒരു നിരോധനം ആയിരുന്നില്ലേ അത്? ഇന്ന് കുട്ടിക്കാട് സെന്റ് സെബസ്റ്റ്യാൻ ഫൊറോന ചർച്ച് സാധാരണ ഒരു പള്ളി. കുട്ടിക്കാട് ദേവസ്യാം പുണ്യാളനും ഇല്ല, തീർത്ഥാടന കേന്ദ്രവുമല്ല. അതിന് തെളിവ് അല്ലേ നോട്ടീസുകൾ? അമ്പു സമുദായം അമ്പു തിരുനാളിനും കുടുംബസമ്മേളന യൂണിറ്റ് അതിൻ്റെ വഴിക്കും ആയിരിക്കുന്നതല്ലേ എല്ലാറ്റിനും നല്ലത്? എന്തായാലും അമ്പു സമുദായങ്ങൾക്ക് പകരമായി ഇന്ന് വ്യാപകമായി കാണുന്നത് കുടുംബസമ്മേളന യൂണിറ്റ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. കുടുംബസമ്മേളന യൂണിറ്റ് രൂപീകരിച്ചിരിക്കുന്നത് പള്ളിയും രൂപതയും വിശ്വാസികളും തമ്മിലുള്ള കൂടിച്ചേരലിന് ഒരു സംവാദവേദി എന്ന് പറയാം. തീരുമാനങ്ങളും അഭിപ്രായങ്ങളും പരസ്പരം കൈമാറാൻ ഒരു വേദി. ഒരു പള്ളിയിലെ വീടുകളുടെ എണ്ണം അടിസ്ഥാനപ്പെടുത്തി ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി മേഖലകളായി തിരിച്ചു മാസത്തിൽ ഒരിക്കൽ ഓരോ ഗ്രൂപ്പിലെ വീടുകളിൽ അതാത് ഗ്രൂപ്പിലുള്ള വീട്ടുകാർ സമ്മേളനം നടത്തുന്നു. പള്ളിയുമായും കുടുംബസമ്മേളന യൂണിറ്റുമായും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാൻ ഉള്ള ഒരു സ്ഥലം. ഈ കുടുംബസമ്മേളന യൂണിറ്റിന്റെ മീറ്റിംഗിന് പള്ളിയിൽ നിന്നും വൈദികർ അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രതിനിധിയും പങ്കെടുക്കുന്നു. പക്ഷേ ഈ കുടുംബ സമ്മേളന യൂണിറ്റിലേക്ക് അമ്പു സമുദായവും കൂട്ടിച്ചേർത്തു. അവിടെയാണ് എല്ലാ കാര്യങ്ങളും തെറ്റിയത്. കുടുംബസമ്മേളന യൂണിറ്റ് കുട്ടിക്കാട് ദേവസ്യാം പുണ്യാളന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയി. ഇല്ലാതെയാക്കി എന്നും പറയാം. 1990-കൾക്ക് മുൻപാണ് കുടുംബസമ്മേളന യൂണിറ്റുകൾ രൂപീകരിച്ചത്. അമ്പു തിരുനാളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കുടുംബസമ്മേളന യൂണിറ്റിൽ ചർച്ച ചെയ്യും. പള്ളിയിലെ വൈദികർ തുടങ്ങി മറ്റു പ്രതിനിധികൾ പങ്കെടുക്കുകയും അങ്ങനെ പള്ളി തീരുമാനങ്ങൾക്ക് അനുസരിച്ച് അമ്പു തിരുനാൾ നടത്തുകയും ചെയ്യുന്നു. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അമ്പു സമുദായം ഇടവക ജനങ്ങൾ തങ്ങളുടെ ആഗ്രഹപ്രകാരം കൂടിച്ചേരുന്നു. അമ്പു പള്ളിയിൽ നിന്ന് എടുക്കുന്നു, എല്ലാ ചിലവും വഹിക്കുന്നതും. പക്ഷേ കുടുംബസമ്മേളന യൂണിറ്റ് വന്നുകഴിഞ്ഞപ്പോൾ ചിലവുകൾ ഇടവകയിലെ ജനങ്ങൾ വഹിക്കണം. എപ്പോൾ, എങ്ങനെ എന്നൊക്കെ പള്ളി അല്ലെങ്കിൽ രൂപത തീരുമാനിക്കുന്നു. ഒരു കുടുംബസമ്മേളന യൂണിറ്റ് എന്നുവച്ചാൽ ഇത്ര വീട്ടുകാർ എന്നുണ്ട്. അവർ ചെലവ് നടത്തിക്കൊള്ളണം. എന്താ പറയാ, നിർബന്ധപൂർവം ചെയ്യിക്കുന്നത് പോലെ. 2000-കൾക്കു ശേഷമാണ് കുടുംബസമ്മേളന യൂണിറ്റിന്റെ വരവ് എത്ര കണ്ട് കുട്ടിക്കാട് പോലൊരു പള്ളിക്ക് ദോഷമായി വരിക എന്നുള്ളത് ദേവസ്യാം പുണ്യാളന്റെ വിശ്വാസികൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. കുടുംബസമ്മേളന യൂണിറ്റ് അതിന്റെ ആവശ്യം എന്താണോ അതിന് മാത്രം നിൽക്കുക. ദേവസ്യാം പുണ്യാളന്റെ അമ്പു സമുദായം അത് കുട്ടിക്കാട് പുണ്യാളനുള്ളതാണ്. അത് ഇല്ലാതെയാൽ പിന്നെ കുട്ടിക്കാട് പള്ളിയില്ല. അതല്ലേ യാഥാർത്ഥ്യം? കാലം തെളിവായി മുൻപിൽ നിൽക്കുന്നു. വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ ഒരു തീർത്ഥാടന കേന്ദ്രമായി നിലനിന്നിരുന്ന കുട്ടിക്കാട് പള്ളിയുടെ ഇന്നത്തെ അവസ്ഥ 2000-ന് ശേഷം ഏകദേശം 2004-ന്റെ സമയത്ത് സെബസ്റ്റ്യാനോസിന്റെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ബോർഡ് വരെ കുട്ടിക്കാട് പള്ളിയുടെ മുൻപിൽ വച്ചതാണ്. ആ പള്ളിയാണ് ഇന്ന് ഈ അവസ്ഥയിൽ വന്നിരിക്കുന്നത്. ഒരു മലയോര ഗ്രാമത്തെ പള്ളി എത്ര സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ളത് ഓർക്കുക. തൃശൂർ രൂപതയ്ക്ക് കീഴിലായിരുന്നു എന്നുള്ളതുകൊണ്ട് തൃശൂർ ജില്ലയിലെ ഭൂരിഭാഗം ദേവസ്യാം പുണ്യാളൻ കീഴടക്കി. കുട്ടിക്കാട് ദേവസ്യാം പുണ്യാളന്റെ തിരുനാൾ ആഘോഷം എറണാകുളം ജില്ലയിലെ ചില പള്ളികൾ അനുകരിക്കാൻ ശ്രമിച്ചു എന്ന് 2000-കൾക്ക് മുൻപ് ജനസംസാരം കേട്ടിരുന്നു. ഇന്നും അതുപോലെ ആയിരുന്നു എങ്കിൽ കുട്ടിക്കാട് പള്ളി വിശ്വാസികളെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. കാരണം അന്ന് കാലത്ത് തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ കഴിയാതെ തന്നെ പള്ളിയുടെ ചിട്ടവട്ടം വരെ മാറ്റേണ്ടി വന്നു. ആലോചിച്ചു നോക്കുക. പക്ഷേ പ്രദക്ഷിണത്തിന്റെ കാതലായ ചിട്ടവട്ടം മാറ്റാൻ പാടില്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു വശം. എന്തായാലും എല്ലാം വിശ്വാസികൾ അനുഭവിക്കും. അതിന് വിശ്വാസികൾ കൊടുക്കേണ്ടി വന്നത് കണ്ണീരിന്റെ വില, ചോരകണ്ണീരിന്റെ വില. ഇന്നും വിശ്വാസികൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. കുട്ടിക്കാട് പള്ളിയുടെ കാതലായത് ഇല്ലാതാക്കി. എന്തുകൊണ്ട് അത്തരം തീരുമാനങ്ങൾ? വിശുദ്ധ സെബസ്റ്റ്യാനോസിന് ഒരു പരിധിയിൽ കവിഞ്ഞ് പ്രാധാന്യം കിട്ടുന്നു എന്നുള്ളതായിരിക്കുമോ കുടുംബസമ്മേളന യൂണിറ്റുകളുടെ ഉത്ഭവത്തിന് കാരണമായത്? ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശുക്രിസ്തുവാണ് എന്ന് ഓർക്കണം. ഇരിഞ്ഞാലക്കുട രൂപതയിൽ എല്ലാ പള്ളികളിലും ഇടവക മധ്യസ്ഥന്മാർ എന്നുള്ളത് ഇല്ല. ഒന്ന് മാത്രം,
വിശുദ്ധ സെബസ്റ്റ്യാനോസ്.